നമസ്കാരം, ഞാൻ വിനോദ്. ഫൈനൽ സ്റ്റഡീസിന്റെ പുതിയ ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ടൈം, ഡിസ്റ്റൻസ് ആൻഡ് സ്പീഡ്, അതായത് സമയം, ദൂരം, വേഗത ഇവയുമായി ബന്ധപ്പെട്ട ചില ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് നേരെ ചോദ്യത്തിലേക്ക് കടക്കാം. ഒരു കാർ മണിക്കൂറിൽ 72 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുന്നു എങ്കിൽ 15 മിനിറ്റ് കൊണ്ട് എത്ര മീറ്റർ സഞ്ചരിക്കും? അതാണ് ചോദ്യം, അല്ലെ? എത്ര മീറ്റർ സഞ്ചരിക്കാം? ദൂരമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ദൂരം. അപ്പോൾ ദൂരം കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാണ്? വേഗത ഇൻറ്റു സമയമാണ് ദൂരം കണ്ടുപിടിക്കാനുള്ള സൂത്രവാക്യം. ദൂരം സമം വേഗത ഇൻറ്റു സമയം. അപ്പം വേഗത എത്രയാണ്? വേഗത ഇവിടെ എത്രയാ വേഗത? ഒരു കാർ മണിക്കൂറിൽ 72 കിലോമീറ്റർ വേഗത്തിൽ, അതാണ് വേഗത. 72 കിലോമീറ്റർ മണിക്കൂറിലാണ്, അപ്പൊ പെർ അവർ ആണ്, അല്ലെ? മണിക്കൂറിലാണ് നമ്മളിവിടെ തന്നിരിക്കുന്നത്. അത് ഇതുണ്ടോ, എത്ര മീറ്റർ സഞ്ചരിക്കും എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സമയം കൂടെ വേണം. സമയം 15 മിനിറ്റ് അല്ലെ? മിനിറ്റ് ആണ്. ഇനി എത്ര മീറ്റർ സഞ്ചരിക്കും? ഇത് നമുക്ക് തന്നിരിക്കുന്നത് കിലോമീറ്റർ വേഗമാണ് തന്നിരിക്കുന്നത്. മണിക്കൂറിൽ ഇത്ര കിലോമീറ്റർ എന്നാണ് തന്നിരിക്കുന്നത്. അത് നമുക്ക് ഇതുണ്ടോ, സമയം 15 മിനിറ്റ് എന്ന് തന്നിരിക്കുന്നത്. അതിന് നമുക്ക് എത്ര മീറ്റർ സഞ്ചരിക്കുന്നതാകുമ്പോൾ ഈ കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കണം. കാരണം എത്ര മീറ്റർ എന്നാണ് നമ്മുടെ ചോദ്യം, അല്ലെ? മീറ്റർ പെർ സെക്കൻഡ് ആക്കണം. അതിന് എന്ത് ചെയ്യണം? കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ 18ൽ 5 കൊണ്ട് ഗുണിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് 72നെ എത്രയാണ്? 18ൽ 5 ഉണ്ടോ? 18ൽ 5. എന്തിനാ 18ൽ 5 കൊണ്ട് ഗുണിക്കണേ? ഇത് മണിക്കൂറിൽ തന്നിരിക്കുന്നത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതുണ്ട്, മണിക്കൂറിൽ 72 കിലോമീറ്റർ വേഗമാണ്. ഇവിടെ മീറ്റർ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ടാണ് കിലോമീറ്ററിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ 18ൽ 5 കൊണ്ട് ഗുണിക്കണം എന്നുള്ളത് കൊണ്ടാണ്. ഓക്കെ, 18ഉം 72 എത്ര പ്രാവശ്യമുണ്ട്? 4 പ്രാവശ്യമല്ലേ? 72. അതെ. ഇനി 4 × 5 20. അപ്പോൾ മീറ്റർ പെർ സെക്കൻഡ് ആയി. മീറ്റർ പെർ സെക്കൻഡ് എന്നായി. ഇതിനെ കിലോമീറ്റർ പെർ മണിക്കൂറിന് മീറ്റർ പെർ സെക്കൻഡ് ആക്കിയപ്പോൾ എത്ര? 20 മീറ്റർ പെർ സെക്കൻഡ്. ഇനി 15 മിനിറ്റ് ആണ് സമയം തന്നിരിക്കുന്നത്. അതിന് 15 മിനിറ്റ് കൊണ്ട് എത്ര മീറ്റർ സഞ്ചരിക്കും? ഇത് മീറ്റർ ആകുമ്പോൾ മീറ്റർ പെർ സെക്കൻഡിലാണ് നമുക്ക് ഉത്തരം കിട്ടുന്നത്. അപ്പൊ ഇത് നോക്കിയേ, 15 മിനിറ്റ് എന്ന് പറയുമ്പോൾ എത്ര സെക്കൻഡ് എന്നും കൂടെ ആക്കണം. എത്ര സെക്കൻഡ് ഉണ്ട്? 15 മിനിറ്റ് എന്ന് പറയണേ 60 സെക്കൻഡ് ആണല്ലോ ഒരു മിനിറ്റ്. അപ്പൊ 15 × 60 എന്ന് പറയുമ്പോൾ എത്രയാണ്? 900 സെക്കൻഡ് ഉണ്ട്. സമയം എങ്ങനെയാണ്? സമയം എത്രയാണ്? അത് സെക്കൻഡിലും ആക്കി. ഇത് മീറ്റർ, ഇതുണ്ടോ, മീറ്റർ പെർ സെക്കൻഡ്. മീറ്ററും സെക്കൻഡും ആക്കി വേണം നമ്മൾ കണ്ടുപിടിക്കാൻ. അപ്പൊ ഇത് മീറ്റർ പെർ സെക്കൻഡ് ഇതാക്കി, ഇത് സെക്കൻഡും ആക്കി. ഇനി നമുക്ക് ചെയ്യാം. എങ്ങനെയാണ് ദൂരം കണ്ടുപിടിക്കേണ്ടത്? വേഗത ഗുണം സമയം. വേഗത എത്രയാണ്? 20 × സമയം എത്രയാണ്? 900, അല്ലെ? ഇങ്ങനെ എന്താണ് ഇതൊന്ന് ഓർക്കേണ്ടത്? വേഗതയും സമയം കൂടെ ഇൻറ്റു ചെയ്താൽ മതിയെങ്കിലും അതിനെ ഒരേ അളവിലാക്കണം. നമ്മളോട് എത്ര മീറ്റർ സഞ്ചരിക്കുന്നതാണ് ചോദിക്കുന്നത്. അപ്പോൾ മീറ്റർ പെർ സെക്കൻഡിൽ ആക്കണം അളവ്. കിലോമീറ്ററിനെ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ 18ൽ 5 കൊണ്ട് ഗുണിക്കണം. വേഗത 72 കിലോമീറ്റർ അല്ലേ? അതിനെ 18ൽ 5 കൊണ്ട് ഗുണിച്ചപ്പോൾ 20 മീറ്റർ ആണ് ഒരു സെക്കൻഡിൽ പോകുന്നത്. അപ്പോൾ 15 മിനിറ്റ് കൊണ്ട് എത്ര സഞ്ചരിക്കുക? 15 മിനിറ്റിനെ സെക്കൻഡ് ആക്കണം. അതിന് എത്ര കൊണ്ടാണ്? 60 സെക്കൻഡ് ആണല്ലോ ഒരു മിനിറ്റ്. അപ്പം 15 മിനിറ്റിനെ 60 കൊണ്ട് ഗുണിക്കുമ്പോൾ 900 സെക്കൻഡ് എന്ന് കിട്ടി. ഇനി നമുക്കത് തമ്മിൽ ഗുണിച്ചാൽ ഉത്തരവായി. 9 × 18 18,000 മീറ്റർ. എത്ര മീറ്റർ എന്നല്ല ചോദ്യം. എത്ര മീറ്റർ സഞ്ചരിക്കുന്നതാകുമ്പോൾ നമുക്ക് 18,000 മീറ്റർ സഞ്ചരിക്കുമെന്ന് ഉത്തരം കിട്ടി. ഒരു വേഗത്തിൽ സഞ്ചരിക്കുന്ന എത്ര കിലോമീറ്റർ സഞ്ചരിക്കുന്നതായിരുന്നു ചോദ്യമെങ്കിൽ നമുക്ക് ഇങ്ങനെ മാറ്റേണ്ട ആവശ്യമില്ലായിരുന്നു, അല്ലേ? പക്ഷേ ഇത് എത്ര മീറ്റർ സഞ്ചരിക്കുന്നതായതുകൊണ്ട് നമ്മളിങ്ങനെ 18ൽ 5 കൊണ്ട് ഗുണിച്ചിട്ട് ഇതിനെ ഈ 15 മിനിറ്റിനെ സെക്കൻഡും ആക്കിയിട്ട് വേണം ഗുണിക്കാനായിട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ ദൂരം കണ്ടുപിടിക്കാൻ വേഗത ഗുണം സമയം എന്നും കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ 18ൽ 5 കൊണ്ട് ഗുണിക്കണമെന്നും ഓർത്തിരുന്നാൽ ഈ പ്രോബ്ലം നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ പ്രോബ്ലം നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. മനസ്സിലായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.